CRPFന്റെ കുറ്റസമ്മതവും പെല്ലറ്റ് തോക്കും. ഭരണകൂട അടിച്ചമർത്തലിന്റെ വിറപ്പിക്കുന്ന മുഖം. കേന്ദ്ര നിലപാടിലെ കപടതയും വിമർശനങ്ങളും. ജനാധിപത്യ രാജ്യത്ത് അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ വിദ്വേഷത്തിന്റെയും ക്രൂരതയുടെയും ആയുധങ്ങൾ പ്രയോഗിക്കുന്നത് ഇതാദ്യമല്ല. എന്നാൽ ഡൽഹിയിൽ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ സമാധാനപരമായി പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ കേന്ദ്ര റിസർവ് പോലീസ് സേന പെല്ലറ്റ് ഗൺ പ്രയോഗിച്ച സംഭവം ഇന്ത്യയുടെ ജനാധിപത്യ ബോധ്യങ്ങൾക്ക് നേരെയുള്ള കടുത്ത പ്രഹരമാണ്. CJP ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭത്തിന് നേരെ ജൂലൈ 20-ന് കോണോട്ട് പ്ലേസിൽ വെച്ചാണ് ക്രൂരമായ ഈ ആക്രമണമുണ്ടായത്. സംഭവം വൻ വിവാദമായതോടെ വിദ്യാർത്ഥി പ്രക്ഷോഭം നേരിട്ട രീതിയിൽ തങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് CRPF ഒടുവിൽ സമ്മതിച്ചിരിക്കുകയാണ്. ആഭ്യന്തര വിലയിരുത്തലിൽ ദ്രുതകർമ്മസേനയിലെ ഒരു ജവാനാണ് പെല്ലറ്റ് തോക്ക് ഉപയോഗിച്ചതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഉദ്യോഗസ്ഥനെ തിരിച്ചറിഞ്ഞതായും സേന വ്യക്തമാക്കുന്നു. എന്നാൽ സംഭവം വെറുമൊരു ഉദ്യോഗസ്ഥന്റെ വീഴ്ചയായി ചിത്രീകരിച്ച് കൈ കഴുകാൻ കേന്ദ്ര സർക്കാരിനോ ക്രമസമാധാന പാലകർക്കോ കഴിയില്ല. സമാധാനപരമായി പ്രതിഷേധിക്കുന്ന സാധാരണ പൗരന്മാർക്കോ വിദ്യാർത്ഥികൾക്കോ നേരെ പെല്ലറ്റ് ഗണ്ണുകൾ പോലെയുള്ള മാരകായുധങ്ങൾ പ്രയോഗിക്കുന്നത് തികച്ചും അന്യായവും നിയമവിരുദ്ധവുമാണ്. കാശ്മീരിലെ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളിലും അതിതീവ്ര കലാപങ്ങളിലും മാത്രം കണ്ടുവരാറുള്ള ഇത്തരം ആയുധങ്ങൾ സ്വന്തം ഭാവി സംരക്ഷിക്കാൻ തെരുവിലിറങ്ങിയ യുവത്വത്തിന് നേരെ പ്രയോഗിച്ചത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാനുള്ള ലളിതമായ മാർഗങ്ങളും പ്രോട്ടോകോളുകളും നിലനിൽക്കെ നേരിട്ട് പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചത് ആ ജവാന്റെ മാത്രം തീരുമാനമാണോ, അതോ മേലുദ്യോഗസ്ഥരുടെ നിശബ്ദ അനുമതി ഇതിനുണ്ടായിരുന്നോ എന്നത് ഗൗരവമായി അന്വേഷിക്കേണ്ടതുണ്ട്. ആഭ്യന്തര യോഗത്തിൽ തന്ത്രപരമായ പിഴവുകൾ സമ്മതിച്ചതുകൊണ്ട് മാത്രം പരിക്കേറ്റ വിദ്യാർത്ഥികളുടെ നീതി പൂർത്തിയാകുന്നില്ല. വിദ്യാർത്ഥികളുടെയും ഉദ്യോഗാർത്ഥികളുടെയും ഭാവി വെച്ച് പന്താടുന്ന രീതിയിൽ ചോദ്യപേപ്പർ ചോർച്ച വർദ്ധിച്ചു വരുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുന്നവരെ ശത്രുക്കളായി കാണുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാരിൻ്റേത്. സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളോട് ചർച്ചയ്ക്ക് തയ്യാറാകുന്നതിന് പകരം ബലം പ്രയോഗിച്ച് അടിച്ചമർത്താനായിരുന്നു ഭരണകൂടം ശ്രമിച്ചത്. പെല്ലറ്റ് ഗൺ പ്രയോഗം നടന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇതിന് ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടിയെടുക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തയ്യാറായിട്ടില്ല എന്നത് ഞെട്ടിപ്പിക്കുന്നതാണ്. ഭാവിയിൽ ഇത്തരം ആയുധങ്ങൾ പ്രയോഗിക്കരുതെന്ന് മാർഗനിർദ്ദേശം നൽകിയതുകൊണ്ട് മാത്രം ഭരണകൂടത്തിന്റെ ക്രൂരത ഇല്ലാതാകുന്നില്ല. ഇത്തരം ഭരണകൂട ഭീകരതയ്ക്കെതിരെ ശക്തമായ നടപടി ഉണ്ടായില്ലെങ്കിൽ അത് വരും നാളുകളിൽ വിയോജിപ്പുകളെ ബലപ്രയോഗത്തിലൂടെ അടിച്ചമർത്തുന്ന അപകടകരമായ കീഴ്വഴക്കത്തിന് വഴിവെക്കും. പരീക്ഷാ തട്ടിപ്പുകൾക്കെതിരെ നീതി ചോദിച്ചെത്തിയ വിദ്യാർത്ഥികൾക്ക് നേരെ പെല്ലറ്റ് ഉതിർത്തത് ഒരു കേവല സുരക്ഷാ പിഴവല്ല, മറിച്ച് ഭരണകൂടത്തിന്റെ അസഹിഷ്ണുതയുടെ തെളിവാണ്. തെറ്റുപറ്റിയെന്ന് സമ്മതിക്കുന്നതിൽ മാത്രം ഒതുങ്ങാതെ കുറ്റക്കാരനായ ജവാനെതിരെയും അതിന് കളമൊരുക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെയും മാതൃകാപരമായ നടപടി സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണം. അതോടൊപ്പം ചോദ്യപേപ്പർ ചോർച്ചയിൽ സമഗ്ര അന്വേഷണം നടത്തി ഉദ്യോഗാർത്ഥികൾക്ക് നീതി ഉറപ്പാക്കുകയുമാണ് സർക്കാർ ചെയ്യേണ്ടത്.